അടുത്തതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഒരു തിയറമാണ്. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാം. ലെറ്റ് ഫോർ എവരി എഫ് ബിലോങ്സ് ടു സി ഓഫ് ഐ കെ, എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എൽ ഡാഷ് എഫ്. എൽ ഓഫ് എഫ് ഇസ് ഈക്വൽ ടു എൽ ഡാഷ് എഫ്. സോ ഒരു ഫംഗ്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഈ നൊട്ടേഷൻസ് ഒക്കെ സി ഓഫ് ഐ കെ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഇൻ ദ ബോക്സ് ഐ റൈസ് ടു കെ. ഐ എന്ന് പറയുന്നത് സോ സി എവിടെ ഡിഫൈൻ ചെയ്യുന്നു പറയുന്നത് സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഇൻ ഐ റൈസ് ടു കെ. സോ ഇവിടെ ഒരു ഇൻ്റർവെൽ ഐ, വേറൊരു ആക്സിസിൽ ഒരു ഇൻ്റർവെൽ ഐ. സോ അങ്ങനെ ആ ഇൻ്റർവെല്ലിൽ കെ ടൈംസ് എടുത്തത്. സോ ഐ റൈസ് ടു കെ എന്ന് പറയുമ്പോൾ എന്ത് വരും? ഇവിടെ ഒരു ബോക്സ് പോലെ വരുന്ന ഈ ഒരു സ്പേസിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഫങ്ഷനാണ് എഫ്. സോ ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ ഡിഫൈൻഡ് ഇൻ ദിസ് സ്പേസ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ്? എൽ എഫ് ഇസിക്കൽ ടു എൽ ഡാഷ് എഫ്. എന്താണ് ഈ എൽ എഫും എൽ ഡാഷ് എഫും? എൽ എഫും എൽ ഡാഷ് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ഫങ്ഷൻ എഫിനെ രണ്ട് ഓർഡറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ഇവിടെ ഫോർ എക്സാമ്പിൾ കെ ഇൻ്റഗ്രൽസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ രണ്ട് ഇൻ്റഗ്രലേ ഉള്ളൂവെങ്കിൽ, ആദ്യത്തെ എൽ എഫ് എന്ന് പറയുന്നത് എന്ത് ഇൻ്റഗ്രലാണ്? എൽ എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഒരാക്സിസിലൂടെ, രണ്ടാമത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇൻ്റഗ്രൽ ഓവർ വൈ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ്. അതേസമയം എൽ ഡാഷ് എന്ന് പറയുന്നത് ഇതേ ഇൻ്റഗ്രേഷൻ പ്രൊസീജിയറാണ്. ആദ്യം ചെയ്യും? ഇൻ്റഗ്രൽ ഓവർ വൈ എന്നുള്ളത് നമ്മൾ ആദ്യം ചെയ്യും. ഇൻ്റഗ്രൽ ഓവർ വൈ, ദെൻ ഇൻ്റഗ്രൽ ഓവർ എക്സ് എഫ്. നമുക്ക് ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്തു. ഇഫ് ഈ എഫ് എന്ന് പറയുന്നത് ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ ഐ റൈസ് ടു കെ, ദ തിയറം സ്റ്റേറ്റ്സ് ദാറ്റ് ദീസ് ടു ആർ ഈക്വൽ. ഇവിടെ രണ്ട് ഇൻ്റഗ്രൽ അല്ല ആക്ച്വലി, ഇവിടെ ഞാൻ രണ്ടെണ്ണം എടുത്തോളൂ. സോ ആക്ച്വൽ കേസ് വരുമ്പോൾ പറയും ഇൻ്റഗ്രൽ ഓവർ അങ്ങനെ കുറേ ഇൻ്റഗ്രൽ കാണും ഓഫ് ഫംഗ്ഷൻ. ഇൻ്റഗ്രൽ ഓവർ ഇൻ സം ഓർഡർ, സം അതർ ഓർഡർ. ഈ ആക്സിസ് ഇവിടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കും. അങ്ങനെ അതർ ഓർഡറിലുള്ള ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ ദിസ് ടു വിൽ ബി ഈക്വൽ എന്ന് പറയുന്നത്. അതിനുള്ള കണ്ടീഷൻ അത് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ കേസാണ് ഈ 4th യൂണിറ്റിൽ പറയുന്നത്. നേരത്തെ തന്നെ പറഞ്ഞു. അതിൻ്റെ ഈ ഓർഡർ ഓഫ് ഇൻ്റഗ്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വൽ ഇൻ്റഗ്രൽ വിൽ ബി ഈക്വൽ എന്ന് ഉള്ളതിൻ്റെ പ്രൂഫാണ്. നമുക്ക് പ്രൂഫ് ഒന്ന് എഴുതി നോക്കാം. ഇതിനകത്ത് വരുന്ന നൊട്ടേഷൻസ് നിങ്ങൾക്ക് പരിചയമുള്ളത് തന്നെയാണ്. ഈ സി റൈസ് ടു ഐ കെ എന്ന് പറയുന്നത് എന്താ? സെറ്റ് ഓഫ് ആൾ കണ്ടിന്യൂസ് സ്പേസ് ഓഫ് ആൾ കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഇൻ ദ പ്രോഡക്റ്റ് ഐ റൈസ് ടു കെ. ഐ റൈസ് ടു കെ എന്ന് പറയുമ്പോൾ എന്ത് വരും? A1 B1 ഇൻറ്റു A2 B2 എക്സെട്ര AK BK എന്ന് പറയുന്ന ഈ ഇൻ്റഗ്രൽസിൻ്റെ പ്രോഡക്റ്റാണ് ഐ റൈസ് ടു കെ. ആ ഐ റൈസ് ടു കെയിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് സി റൈസ് ടു ഐ കെ. മറ്റൊരു നൊട്ടേഷൻ എല്ലും എൽ ഡാഷുമാണ്. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. എല്ലും എൽ ഡാഷും എന്താണ്? എൽ എന്ന് പറഞ്ഞാൽ ഒരു ഫംഗ്ഷനെ ഒരു പ്രത്യേക ഓർഡറിലാണ് ഇൻ്റഗ്രേഷൻ. ആ എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ അതേ ഫംഗ്ഷനെ ആ ഓർഡർ ഏതോ രീതിയിലൊന്ന് ചേഞ്ച് ചെയ്തു, ആ രീതിയിലുള്ള ഇൻ്റഗ്രേഷനാണ് എൽ ഡാഷ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന നൊട്ടേഷൻസ്. നമുക്ക് ഈ പ്രൂഫിൻ്റെ മൊത്തത്തിലുള്ള ഔട്ട്ലൈൻ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എൽ ഓഫ് എഫ് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് ഓഫ് എഫ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മളുടെ തുടക്കം, നമ്മൾ ആദ്യ ഭാഗം എന്ന് പറയുന്നത് നമ്മൾ ഒരു ഫംഗ്ഷൻ എച്ച് ഡിഫൈൻ ചെയ്ത ശേഷം, ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്താണെന്ന് ഞാൻ പറയും. എച്ച് ഡിഫൈൻ ചെയ്ത ശേഷം അവിടെ എൽ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് എച്ച് എന്ന് നമ്മൾ പ്രൂവ് ചെയ്യും. എച്ച്, ദിസ് ഇസ് നോട്ട് ബി, എച്ച്. എൽ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് എച്ച് ഫോർ സം സ്പെസിഫിക് ഫംഗ്ഷൻ എന്ന് നമ്മൾ ആദ്യ ഭാഗത്ത് പ്രൂവ് ചെയ്യും. ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഈ റിസൾട്ടിനെ എഫ് എച്ചിൽ നിന്ന് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ ഒരു ഫൈനൈറ്റ് സം ഓഫ് ഫങ്ഷൻസിലേക്ക് കൊണ്ടുപോകും. എന്താണ്? ആദ്യം എച്ചിനെ ഡിഫൈൻ ചെയ്യും. എച്ചിൽ നിന്ന് അതിനെ ഒരു ഫൈനൈറ്റ് സം ഓഫ് എച്ചുകളുടെ ഫൈനൈറ്റ് സമ്മിലും ഇത് ശരിയാണെന്ന് ഉള്ള ഇതിലേക്ക് നമ്മൾ മൂന്നാമത്തെ ഭാഗത്തിൽ നമ്മൾ ഒരു ഫേമസ് ആയിട്ടുള്ള തിയറം അപ്ലൈ ചെയ്യും. സ്റ്റോൺ വെയ്സ്ട്രാസ് തിയറം
നമ്മൾ അപ്ലൈ ചെയ്യും. ടു അപ്രോക്സിമേറ്റ് എ ഫംഗ്ഷൻ വിത്ത് അപ്രോക്സിമേറ്റ് എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് വിത്ത് ദ ഫംഗ്ഷൻ ഓഫ് ദിസ് ഫോം. അപ്പോൾ ഈ ഫൈനൈറ്റ് സംസ് ആക്കി വെച്ചിരിക്കുന്ന ഈ ഫോമിലേക്ക് ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യുന്നതിന് വേണ്ടി സ്റ്റോൺ വെയ്സ്ട്രാസ് തിയറം. പിന്നെ അവസാന ഭാഗം വി വിൽ കൺട്രോൾ ദ എറർ ഫാക്ടർ. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒരു എറർ ഫാക്ടറിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. എറർ ഫാക്ടറായിട്ട് എപ്സിലോൺ വരുന്നത്. എപ്സിലോൺ ആർഗ്യുമെൻറ്റ് തന്നെയാണ് ഈ എറർ ഫാക്ടർ കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 സ്റ്റെപ്സിലൂടെയാണ് ഈ തിയറം നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ നമ്മളൊരു പർട്ടിക്കുലർ സ്പെസിഫിക് ഫംഗ്ഷൻ എച്ചിന് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യും. ആ എച്ചിൽ നിന്നൊരു ഫൈനൈറ്റ് സം ഓഫ് എച്ചിലേക്ക് അത് കൊണ്ടുപോകും. പിന്നീട് നമ്മൾ സ്റ്റോൺ വെയ്സ്ട്രാസ് തിയറം ഉപയോഗിച്ചിട്ട് അതൊരു ജനറൽ ഫംഗ്ഷൻ എഫിലേക്ക് കൊണ്ടുപോകും. പ്രൂഫ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? എറർ ഫാക്ടർ, എപ്സിലോൺ എന്ന എറർ ഫാക്ടറിൻ്റെ വർക്കിംഗ് കൂടെ പറഞ്ഞു വെക്കും. ആ പ്രൂഫ് കൃത്യവും കംപ്ലീറ്റുമായി മാറും. സോ നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് തുടങ്ങാം. ഞാൻ പറഞ്ഞു പ്രൂവിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞ എന്താ? എച്ച് എന്നൊരു ഫംഗ്ഷനെ കൊണ്ടുവരിക. സോ ഡിഫൈൻ എച്ച് ആസ് ദ പ്രോഡക്റ്റ് ഫംഗ്ഷൻ. എച്ച് നോക്കൂ, എച്ച് ഒരു പ്രോഡക്റ്റ് ഫംഗ്ഷനായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ദിസ് എച്ച് എക്സ് ഈസ് ഈക്വൽ ടു h1 x1 ഇൻറ്റു h2 x2 ഇൻറ്റു എക്സെട്ര hk xk. കെ ഫങ്ഷൻസ് അല്ലേ ഉള്ളത്, hk xk എന്ന് പറയുന്ന ഈ പ്രോഡക്റ്റായിട്ട്. സോ ദീസ് ആർ ആൾ പ്രോഡക്റ്റ്. ദിസ് ഈസ് എ പ്രോഡക്റ്റ് ഫംഗ്ഷൻ ഈ hx എന്ന് പറയുന്നത്. വേർ ഈച്ച് എച്ച് ജെ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് എ ജെ ബി ജെ. നോക്കൂ, ഓരോ എച്ച് ജെ എന്താ? ഓരോ എച്ച് ജെയും അവയുടെ ഡൊമൈനിൽ കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. സോ h1 എന്ന് പറയുന്നത് a1 b1 എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവെൽ, h2 എന്ന് പറയുന്നത് a2 b2 എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവെല്ലിൽ ഇത് hk എന്ന് പറയുന്നത് ak bk എന്ന് പറയുന്ന ക്ലോസ് ഇൻ്റർവെൽ കണ്ടിന്യൂസ് ആയ ഫങ്ഷൻസാണ് ഇവ ഓരോന്നും. അതിൻ്റെ പ്രോഡക്റ്റാണെന്ത്? h. അങ്ങനെയാണെങ്കിൽ നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. LH ഒന്ന് കാൽക്കുലേറ്റ്, LF അല്ല LH. ഈ എച്ചിന് നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ LH നമ്മളത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. സോ LH നമുക്കറിയാം എന്തായിരിക്കും? അതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും അല്ലേ? പ്രൊഡക്റ്റ് LH എന്ന് പറയുന്നത് ദ പ്രൊഡക്റ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് i ഫ്രം 1 to k എന്താ? ഇൻറ്റഗ്രൽ ai to bi hi xi dxi. സോ ഇതായിരിക്കും, ഇങ്ങനെയുള്ള ഇൻറ്റഗ്രൽസിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഞാൻ പ്രൊഡക്റ്റായിട്ട് എഴുതുന്നില്ല. സോ ദിസ് ഈസ് ലൈക്ക് ദ ഫസ്റ്റ് ഇൻറ്റഗ്രൽ ഇൻറ്റു സെക്കൻഡ് ഇൻറ്റഗ്രൽ ഇൻറ്റു എക്സെട്ര, ഇങ്ങനെയാണ് വരുന്നത്. സോ അങ്ങനെയുള്ള ഇൻറ്റഗ്രൽസിൻ്റെ പ്രൊഡക്റ്റായിട്ടാണ് എഴുതിയിരിക്കുന്നത്. നമുക്കറിയാം സിൻസ് ദെൻ വാട്ട് ഷുഡ് ബി എൽ ഡാഷ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ ഓർഡർ എവിടെയെങ്കിലും ഒരു ഓർഡറെങ്കിലും ഒന്ന് ചേഞ്ച് ചെയ്ത് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ആ ഏത് ഓർഡറാണെന്ന് പറയുന്നില്ല, ആ ചേഞ്ച് ആർബിട്രറി ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഏത് LHനും L'(H) തുല്യമാണെന്നാണ്. സോ നമുക്കെങ്ങനെ ആർഗ്യൂ ചെയ്യാം? സിൻസ് L and L' ആർ ബോത്ത് ലീനിയർ ഫങ്ഷണൽസ് ഡിഫൈൻഡ് ഓഫ് ദ സെയിം സ്പേസ്. എന്താണ്? എല്ലും L' രണ്ടും ലീനിയർ ഫങ്ഷണൽസിൻ്റെ ഫോമാണ്, അല്ലെങ്കിൽ എന്താ? പ്രൊഡക്റ്റ് ഓഫ് ദീസ് ഫങ്ഷണൽസ് ആൻഡ് ആൾസോ ബോത്ത് ആർ ഡിഫൈൻഡ് ഇൻ ദ സെയിം സ്പേസ്. ദെൻ L' എന്തായിരിക്കും? സിമിലർ പ്രോഡക്റ്റ് ആയിട്ട് തന്നെ അയക്കല്ല എഴുതാൻ പറ്റൂ. കാര്യം എന്താ? ഈ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ എഴുതുമ്പോൾ, ഒരു ഇൻറ്റഗ്രൽസിൻ്റെ പ്രൊഡക്റ്റ് എന്നുള്ള രീതിയിൽ ഇതിനെ എഴുതുമ്പോൾ അതിൻ്റെ ഓർഡർ ചേഞ്ച് ചെയ്താലും പ്രശ്നമില്ല. കാര്യം എന്താ? ഈ ഓരോ ഇൻറ്റഗ്രേഷനും ചെയ്ത് കഴിയുമ്പോൾ അത് ഒരു ഡയമെൻഷനാലിറ്റി റെഡ്യൂസ് ചെയ്തിട്ട് റിയൽ നമ്പറിലേക്കാണ് പോകുന്നത്. സോ റിയൽ നമ്പറിലേക്ക് നമുക്ക് കമ്മ്യൂട്ടേറ്റിവിറ്റി പ്രോപ്പർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഓർഡർ എങ്ങനെ ചേഞ്ച് ചെയ്തിരുന്നാലും എച്ചിൻ്റെ കേസിൽ അത് മാറ്റം വരത്തില്ല. സോ വി ക്യാൻ ഡെഫിനറ്റ്ലി റൈസ് LH is equal to L'(H) ഫോർ ദിസ് ഫംഗ്ഷൻ h എന്ന് പറയുന്ന ഈ പർട്ടിക്കുലർ ഫങ്ഷണലിൻ്റെ ഈ പ്രോഡക്റ്റിന് അത് ശരിയാണ്. ബിക്കോസ് അതെന്താ? അത് നമ്പേഴ്സിൻ്റെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയിലേക്ക് അത് റെഡ്യൂസ് ചെയ്യും. സോ നൗ വി ഹാവ് എസ്റ്റാബ്ലിഷ്ഡ് ദാറ്റ് LH is equal to L'(H). ഇത്രയും ആയി നമ്മൾ. LH is equal to L'(H) for every function h that is a product of one variable function. So h എന്താ? H is a product of one variable functions. വൺ വേരിയബിൾ ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റാണ് h എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? LH is equal to L'. സോ ഇതാണ് പറഞ്ഞത്. ആദ്യത്തെ ഭാഗം നമ്മൾ h എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വൺ വേരിയബിൾ ഫങ്ഷൻസിൻ്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ അതിന് നമ്മൾ ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. കഴിഞ്ഞിട്ടില്ലല്ലോ, എച്ചിനല്ലല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നൗ വി ഡിഫൈൻ ദ സെറ്റ് A.
നോക്കൂ, എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഡിഫൈൻ ചെയ്യും. എന്താണത്? നൗ വി ഡിഫൈൻ ദ സെറ്റ് എ. ഇറ്റ് ഈസ് ടു ബി ദ സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് or finite sums of the functions of the form hx is equal to hx is equal to h1 x1 into h2 x2 etc hk xk. ഇതിനുള്ള ഓർഡർ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ എന്താ നമ്മൾ ബുദ്ധിപൂർവ്വം ഒരു സ്പേസ് ഉണ്ടാക്കി വെച്ച്. എന്താണ് ആ സ്പേസ്? ദിസ് സ്പേസ് ഈസ് ആക്ച്വലി എ. വാട്ട് ഇറ്റ് കണ്ടെയ്ൻസ്? എ ടു ബി ദ സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് ഓർ ഫൈനൈറ്റ് സംസ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോം. ഓക്കെ, ഈ ഫോമിലുള്ള ഫങ്ഷൻസ്, ഈ ഫോമിലുള്ളതെന്ന് പറഞ്ഞാൽ എച്ച് എന്ന് പറയുന്ന ഫങ്ഷൻസ്, ഇങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും. സോ ഇപ്പോൾ മറ്റൊരു ഫങ്ഷൻ ജി ഇതുപോലെ ഉണ്ടെങ്കിൽ എച്ച് പ്ലസ് ജി, എച്ച് ഉണ്ട് ഇതുപോലെ, ജി ഇതുപോലെ പ്രൊഡക്റ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എച്ച് പ്ലസ് ജി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും എ എച്ച് പ്ലസ് ബി ജി എന്നുള്ള രീതിയിൽ ഇങ്ങനെയുള്ള ഫങ്ഷൻസിൻ്റെ എല്ലാ ലീനിയർ കോമ്പിനേഷൻസും അടങ്ങിയ സ്പേസ് ആണെന്ത്? ഈ സ്പേസ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സ്പേസ് നമ്മളുണ്ടായി. സോ വാട്ട് ഈസ് എ? എ ടു ബി ദ സെറ്റ് ഓഫ് ഓൾ ഫൈനൈറ്റ് ലീനിയർ കോമ്പിനേഷൻസ് ഓർ ഇവൻ സിംപ്ലി ഫൈനൈറ്റ് സംസ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഫോം എച്ച് എക്സ് ഇസ് ഈക്വൽ ടു എച്ച് വൺ എക്സ് ഇൻറ്റു എച്ച് ടു എക്സെട്ര എച്ച് കെ. നൗ വി ടേക്ക് എ ജി ഫ്രം എ. take g from a. എവിടുന്ന ജി എന്ന ഈ എയിൽ നിന്ന് നമ്മളൊരു ജി എടുക്കും. ആൻഡ് നൗ വി ക്യാൻ എക്സ്പ്രസ് ജി ആസ്, ബിക്കോസ് എന്താ ലീനിയർ കോമ്പിനേഷൻ്റെ സ്പേസ് അല്ലേ. സോ വി ക്യാൻ എക്സ്പ്രസ് ജി ആസ്. ജീനെ എങ്ങനെ പറയാൻ പറ്റും? എക്സ്പ്രസ് ജി ആസ് ഇറ്റ് ഈസ് എ സമ്മേഷൻ ഓഫ് ജെ ഫ്രം 1 to n or a linear combination of j from 1 to n, but j from 1 to n linear combination അല്ലേ. സി ജെ എച്ച് ജെ എക്സ് എന്ന് എഴുതാം. എച്ച് ജെ ഞാനിങ്ങനെ എച്ച് ജെ എക്സ് ഇങ്ങനെ ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും. വേർ ഈച്ച് എച്ച് കെ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ ഫോം. അപ്പോൾ ഓരോ എച്ച് ജെയും എന്താ? ലീനിയർ കോമ്പിനേഷനാണ്. ഫോർ ഈച്ച് എച്ച് വേർ ഈച്ച് എച്ച് ജെ അത് ശ്രദ്ധിക്കണം. ഈച്ച് എച്ച് ജെ എക്സ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോം എങ്ങനെ? എച്ച് വൺ ജെ ഓഫ് എക്സ് വൺ ഇൻറ്റു എച്ച് ടു ജെ ഓഫ് എക്സ് ടു എക്സെട്ര എച്ച് കെ ജെ ഓഫ് എക്സ് കെ. സോ അതാണല്ലോ ഡെഫിനിഷൻ. ഇങ്ങനെ ഫംഗ്ഷൻ്റെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ കഴിയുന്നതാണ് എച്ച്. അങ്ങനെയുള്ള എച്ചുകളുടെ ലീനിയർ കോമ്പിനേഷൻസ്. എച്ച് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റും. അങ്ങനെ പ്രൊഡക്റ്റായിട്ട് എഴുതാൻ പറ്റുന്ന ഏക ഫംഗ്ഷൻ എച്ച്. ആ എച്ചുകളുടെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറയുന്ന ഫംഗ്ഷൻസാണ് എവിടെ ഉള്ളത്? എയിലുള്ളത്. അങ്ങനെയുള്ള ഒരു ഫംഗ്ഷനാണ് ജി. സോ അതുകൊണ്ട് ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നൗ ഇനി നമ്മൾ എല്ലിൻ്റെ എൽ ഡാഷിൻ്റെ അവസ്ഥ നോക്കാം. ഈ ജീൻ്റെ കേസിൽ എങ്ങനെ നോക്കാം? നൗ ജീൻ്റെ കേസിൽ നമുക്ക് രണ്ടും ഒന്ന് ഡിഫൈൻ ചെയ്തേക്കും. വാട്ട് അബൌട്ട് എൽ ഓഫ് ജി? L of G is now it is the summation from j from 1 to n. Yes, Cj j from 1 to n Cj of L of എന്ത് വരും? L of H j. എന്തുകൊണ്ടാണ് എൽ അകത്തേക്ക് പോയി? എൽ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻറ്റഗ്രേഷൻ ചെയ്യാമെന്ന്. ഒരുപാട് ഓർഡറിലുള്ള ഇൻറ്റഗ്രേഷൻ. സോ ഇൻറ്റഗ്രേഷന് പുറത്തേക്ക് നമുക്ക് എന്തിനെ കൊണ്ടുവരാൻ പറ്റും? കോൺസ്റ്റൻറ്റിനെ കുറച്ച്. അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ എൽ ഓഫ് ജിയെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുണ്ട്? സോ ദിസ് ജി ഈസ് ആക്ച്വലി എ ലീനിയർ കോമ്പിനേഷൻ. സോ അങ്ങനെയാണെങ്കിൽ ദിസ് ഈസ് എൽ ഓഫ് ഈ ഫംഗ്ഷനാണ്. അങ്ങനെ എൽ ഓഫ് ഫംഗ്ഷൻ ആണെങ്കിൽ ഈ എൽ അകത്തേക്ക് പോകും. എൽ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ എൽ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇൻറ്റഗ്രൽ മാത്രമോ, സി ജെ പുറത്ത് വരും. സോ ദ ഇൻറ്റഗ്രേഷൻ ആക്ച്വലി ഹാപ്പൻ ഇൻസൈഡ് ദ സമ്മേഷൻ. ആ സമ്മേഷനകത്തായി ഇപ്പം ഇൻറ്റഗ്രേഷൻ. നോക്കൂ, അങ്ങനെയാണെങ്കിൽ അതിനെ പിന്നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഇനി എന്ത് മാറ്റം അതിനകത്ത് കൊണ്ടുവരാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇതിപ്പം ഒരേ യൂണിറ്റ് ഫങ്ഷൻസ് അല്ലേ? എന്താ സമ്മേഷൻ്റെ കേസിൽ ആദ്യം നമ്മൾ എച്ചിന് ചെയ്തതുപോലെയല്ലേ ഓരോ എച്ച് ജെയും? ഇപ്പോൾ ഓരോ എച്ച് ജെയും എച്ചിന് ചെയ്തതുപോലെയാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ എന്ത് എഴുതാൻ പറ്റും? സിഗ്മ അത് ഇതുപോലെ തുടരും. സിഗ്മ ജെ ഫ്രം 1 to n സി ജെ ഇൻറ്റു നമുക്ക് എന്താ പറ്റും? ഓർഡർ മാറ്റിയാലും പ്രശ്നമില്ല. ഇവിടെ എൽ ഡാഷ് ഓഫ് എച്ച് ജെ എന്ന് എഴുതാം. എൽ ഡാഷ് ഓഫ് എച്ച് ജെ എന്ന് നമുക്ക് എഴുതാൻ പറ്റും. സോ ഇവിടെ ഈ കേസിൽ ഓർഡർ മാറ്റിയാലും കുഴപ്പമില്ല എന്നുള്ളത് കഴിഞ്ഞ സ്റ്റെപ്പിൽ നമ്മൾ കണ്ടു. സോ ഈ സമ്മേഷനകത്ത് ഇവിടെ നമുക്ക് ഓർഡർ മാറ്റാം. സോ ഇവിടെ എൽ
എൽ ഡാഷും എച്ച് ജെ എന്ന് പറയുന്ന ഫംഗ്ഷനെ സംബന്ധിച്ചിടത്തോളം തുല്യമാണ്. സോ അവിടെ അതിൻ്റെ ഓർഡർ നമുക്ക് മാറ്റാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഓർഡർ മാറ്റാൻ പറ്റുമെങ്കിൽ നേരത്തെ ഇൻറ്റഗ്രേഷൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് ഈ എച്ചിന് എൽ ഡാഷിന് ചാടി പുറത്ത് വരാൻ പറ്റും. എൽ ഡാഷിന് ചാടി പുറത്ത് വരാൻ പറ്റിയത് നമ്മളിപ്പോൾ എന്താ തെളിയിച്ചത്? ജിയുടെ കേസിൽ എൽ ജി ഈക്വൽ ടു എന്താണ്? എൽ ഡാഷ് ജി ആണ്. ആദ്യം എച്ചിൻ്റെ കേസിൽ തെളിയിച്ചു, പിന്നെ നമ്മളെന്തോ ഒരു സെറ്റ് ഉണ്ടാക്കി, ആ സെറ്റിലുള്ള ഫംഗ്ഷനാണ് ജി. ഇപ്പോൾ ജിയുടെ കേസിൽ നമ്മൾ എന്ത് പ്രൂവ് ചെയ്തു? എൽ ജി ഈക്വൽ ടു എൽ ഡാഷ് ജി. പക്ഷേ നമുക്ക് ജനറൽ ഫംഗ്ഷൻ്റെ കേസിലാണ് വേണ്ടത്, നമ്മളതിലേക്ക് അടുത്ത് വരികയാണ്. ഇനി ആരാണ് ജിയിൽ നിന്ന് ജനറൽ ഫംഗ്ഷനായ എഫിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്? സോ ഇപ്പം വരെ നമുക്കറിയാം എൽ ജി ഈക്വൽ ടു എൽ ഡാഷ് ജി എവിടെ? ഫോർ എനി ജി ഇൻ എ, വിച്ച് മീൻസ് ദാറ്റ് L and L dash agree on all finite sums of products of functions. എല്ലാ ഫൈനൈറ്റ് സംസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഫങ്ഷൻസ് ആണെങ്കിൽ എൽ എന്തായി? എല്ലും എൽ ഡാഷും അല്ലെങ്കിൽ ഓർഡർ ഓഫ് ഇൻറ്റഗ്രേഷൻ ചേഞ്ച് ചെയ്താൽ ദേ സീംസ് ടു ബി ഈക്വൽ. നൗ കംസ്, ഇനിയാണ് പ്രധാനം, ഈ ജിയിൽ നിന്ന് ഒരു ജനറൽ ഫംഗ്ഷൻ എച്ചിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ നമുക്കൊരു പ്രധാനപ്പെട്ട തിയറത്തിൻ്റെ സഹായം വേണം. ഇറ്റ് ഈസ് കാൾഡ് ദ സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാവണം ഇത്. സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം എന്താ പറയുന്നത്? സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഫോർ എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ കോമ്പാക്റ്റ് സ്പേസ് ക്യാൻ ബി യൂണിഫോംലി അപ്രോക്സിമേറ്റഡ് ബൈ എ ഫംഗ്ഷൻ ഫ്രം എ സർട്ടൻ സബ്-ആൾജിബ്ര if it separates points and contains the constant functions. നോക്കൂ, നമ്മൾ ഒരുപാട് സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറത്തിലേക്ക് പോയി പ്രശ്നമാക്കണ്ട. ഈ ലെക്ചർ ഞാനത് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. എഴുതുമ്പോൾ അത് എഴുതേണ്ടി വരില്ല. ബൈ യൂസിങ് സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം എഴുതാനുള്ള ഫ്രീഡം നമുക്കുണ്ട്. പക്ഷേ എന്താണ് സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം? ഇറ്റ് സേസ് ദാറ്റ് എനി കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓൺ എ കോമ്പാക്ട് സ്പേസ്, ഇവിടെ എടുത്തിരിക്കുന്നതൊക്കെ കോമ്പാക്ട് സ്പേസുകൾ തന്നെയാണ്. ഇറ്റ് ക്യാൻ ബി യൂണിഫോംലി അപ്രോക്സിമേറ്റഡ്. ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനെ അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന്, ആ ഒരു അപ്രോക്സിമേഷനാണ് ഇവിടെ നമുക്ക് വേണ്ടത്. അപ്രോക്സിമേറ്റഡ്, ഏതൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനെയും ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ ഫങ്ഷൻസ് ഫ്രം എ സർട്ടൻ സബ്-ആൾജിബ്ര. ഒരു പ്രത്യേക സബ്-ആൾജിബ്രയിൽ നിന്നുള്ള ഒരു ഫംഗ്ഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലൊരു എ ഉണ്ടല്ലോ. എന്താണ് എയുടെ സ്റ്റോറി? എന്താ? നമ്മുടെ കയ്യിലൊരു എ ഉണ്ട്. ദിസ് എ കണ്ടെയ്ൻസ് ആൾ ഫൈനൈറ്റ് സംസ് ഓഫ് പ്രൊഡക്ട്സ് ഓഫ് ഫങ്ഷൻസ് ഓഫ് ദ ഫോം. നോക്കൂ, എയ്ക്കകത്ത് ഈ നേരത്തെ സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറത്തിൻ്റെ റിക്വയർമെൻ്റായിട്ട് വേണ്ട എല്ലാ ഫൈനൈറ്റ് സംസ് ഓഫ് പ്രോഡക്റ്റ് ഫങ്ഷൻസ് ഉണ്ട്. പ്രോഡക്റ്റ് ഫങ്ഷൻസിൻ്റെ ഫൈനൈറ്റ് സംസ് ആണ് അതിനകത്തുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം വെച്ചിട്ട് എന്ത് പറയാൻ പറ്റും? ഈച്ച് ഓഫ് ദം ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഇൻ സി കെ. അങ്ങനെയാണെങ്കിൽ എയിലുള്ള ഏതൊരു ഫംഗ്ഷൻ, ജി ആണല്ലോ അവസാനം എടുത്തത്, ഇറ്റ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ് ബൈ എ ഫംഗ്ഷൻ എഫ് ഇൻ സി ഓഫ് ഐ കെ, കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഓഫ് ഐ. ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനിലേക്ക് ഇതിനെ അപ്രോക്സിമേറ്റ് ചെയ്യാം. ഇതാണ് സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം പറയുന്നത്. So Stone-Weierstrass theorem gives us the license to approximate any continuous function to this G, where G is the finite sums of product functions. പ്രോഡക്റ്റ് ഫംഗ്ഷൻസിലെ ഫൈനൈറ്റ് സം ആയ ജിയെ ഏതൊരു ഫംഗ്ഷനിലേക്കും അപ്രോക്സിമേറ്റ് ചെയ്യാമെന്ന് ആര് പറയുന്നു? സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം പറയുന്നു. അത് അവിടെ നിന്നാണ് ജി മുതൽ എച്ച് വരെ നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, അതിനകത്തൊരു സബ്റ്റിലായ കാര്യം. ദിസ് ഇസ് ബിക്കോസ് എ സെപ്പറേറ്റ്സ് പോയിൻറ്റ്സ് ഓൺ ഐ കെ ആൻഡ് കണ്ടെയ്ൻസ് the constants function meeting the criteria of Stone-Weierstrass theorem. അതുകൊണ്ടാണ്. എനിവേ അവിടെ ഇരിക്കട്ടെ. Thus what happens? Thus we take an f belongs to the continuous function on ik. F taken f belongs to ik, c of ik, and epsilon greater than 0. So Stone-Weierstrass theorem പറയുന്നത് എന്താ? There exists a function, അല്ലേ? ഏത് ഫംഗ്ഷൻ? g. There exists a function g എവിടെ? ഇൻ എ. there exists a function g in a such that എന്താ ഒരു ഡിസ്റ്റൻസ് കൺസെപ്റ്റ് കൊണ്ടുവരണമല്ലേ? എന്ത് വരും? നോക്ക്, ഞാൻ ഡിസ്റ്റൻസ് കൺസെപ്റ്റ്, ദിസ് ബ്ലൂ ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ആൻഡ് ജി should be less than a quantity called epsilon divided by v
വാട്ട് ഈസ് വി? വി ഈസ് ദ വോളിയം. വി ഈസ് ദ വോളിയം. വോളിയം എന്ന് പറഞ്ഞാൽ സാധാരണ 3 ഡയമെൻഷനിലാണെങ്കിൽ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലേ. ഇവിടെ 3 ഡയമെൻഷൻ അല്ല. സോ അതുകൊണ്ട് ആ എല്ലാ കംപ്ലീറ്റ് പ്രോഡക്റ്റ്. സോ ദിസ് വി ഈസ് ദ വോളിയം ആൻഡ് ഇറ്റ് ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് എവറിത്തിങ്. പ്രൊഡക്റ്റ് വേരീസ് ഫ്രം I from 1 to k bi minus ai. സോ എന്തുകൊണ്ടാണ് ഈ വോളിയം എന്നുള്ള പേര് വന്നത്? വോളിയം എന്നുള്ള പേര് മേ ബി 3 ഡയമെൻഷനിൽ നിന്ന് വന്നായിരിക്കും. നോക്കൂ, 3 ഡയമെൻഷണൽ കേസ് ആണെങ്കിൽ എങ്ങനെ വരും? ഇവിടെ A1 B1 എന്ന് പറയുന്നത് ഇവിടെ വരും. വേണമെങ്കിൽ A2 B2 ഇവിടെ എടുക്കാം, A3 B3 ഇവിടെ എടുക്കാം. സോ ഇതിൻ്റെ പ്രൊഡക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്യൂബ് ലൈക്ക് സ്ട്രക്ചർ കിട്ടും അല്ലേ. സോ ഇവിടെ ഇതിൻ്റെ പേരെന്താണ്? വോളിയം എന്നാണ്. ബിക്കോസ് ഇറ്റ് ഈസ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് എന്ന് വരുന്നതുകൊണ്ട് അതിനെ വോളിയം എന്ന്. സോ ആ വോളിയം എന്നുള്ള പേര് ഇങ്ങോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്തു. സോ ഇവിടെ നമ്മൾ എപ്സിലോൺ ആർഗ്യുമെൻ്റ് എങ്ങനെയാണ് കൊണ്ടുവന്നത്? സോ ബിക്കോസ് ഓഫ് സ്റ്റോൺവെയ്സ്ട്രാസ് തിയറം ദർ ഇസ് എൻ അപ്രോക്സിമേഷൻ. സോ ദാറ്റ് ഹൗ ദാറ്റ് അപ്രോക്സിമേഷൻ ഹാപ്പൻസ് ഫോർ എവറി ഫംഗ്ഷൻ g in A and for a function f in C I k, norm of f minus g should be less than or equal to epsilon divided by this volume. Epsilon divided by this volume volume and the norm denote the maximum norm over ik. ഈ norm നമ്മൾ ഇവിടെ വരച്ച ഈ norm, this norm denote the maximum norm over ik. ikലെ maximum norm ആണ്. ദാറ്റ് മീൻസ് ഓരോ മോഡുലസും എടുത്തിട്ട് അവിടെ കിട്ടുന്ന മാക്സിമം ഡിസ്റ്റൻസ് ആണ് നോം എന്നുള്ളത്. സോ മാക്സിമം നോമിൻ്റെ ഡെഫിനിഷനിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ഇറ്റ് ഈസ് ദ മാക്സിമം നോം ഓവർ ഐക്കയിലെ മാക്സിമം നോമാണ്. നൗ അവസാനം ഈ എറർ ഫാക്ടറിനെ എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ കേസിൽ. സിൻസ് എൽ ആൻഡ് എൽ ഡാഷ്, എല്ലും എൽ ഡാഷും അറിയാമല്ലോ, അവരാണല്ലോ നമ്മുടെ താരങ്ങൾ. എൽ ആൻഡ് എൽ ഡാഷ് ആർ കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസ്. ദേ ആർ സെൻസിറ്റീവ് ടു സ്മോൾ ഡിഫറൻസസ്. എന്താ? എല്ലും എൽ ഡാഷും കണ്ടിന്യൂസ് ലീനിയർ ഫങ്ഷണൽസ് ആണ്. ഓർഡർ ചേഞ്ച് ചെയ്തിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുകയാണ്. അങ്ങനെ വരുമ്പോൾ സ്മോൾ ഡിഫറൻസസിന് അവ സെൻസിറ്റീവാണ്. സെൻസിറ്റീവ് ടു സ്മോൾ ഡിഫറൻസസ് ഇൻ ദ ഫങ്ഷൻ വാല്യൂസ്. ഫങ്ഷൻ വാല്യൂസിൽ ചെറിയ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇൻറ്റഗ്രലിനെ അത് അഫക്റ്റ് ചെയ്തേക്കാം. ദർ സെൻസിറ്റീവ് ടു ദാറ്റ്. ദാറ്റ് ഈസ് ഫോർ ദ ഫങ്ഷൻ എഫ് മൈനസ് ജി. സോ നോക്കൂ, നമ്മളൊരു ഡിഫറൻസ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് ഫോർ ദ ഫങ്ഷൻ എഫ് മൈനസ് ജി. വാട്ട് ഹാപ്പൻസ്? വി വിൽ കാൽക്കുലേറ്റ് മോഡുലസ് ഓഫ് എൽ എഫ് മൈനസ് എൽ ജി. മോഡുലസ് ഓഫ് എൽ എഫ് മൈനസ് എൽ ജി, സോറി, വി വിൽ കാൽക്കുലേറ്റ് മോഡുലസ് ഓഫ് എൽ ഓഫ് എഫ് മൈനസ് ജി. സോ എഫ് മൈനസ് ജി എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് എടുക്കുന്നത്. അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. മോഡുലസ് ഓഫ് എൽ അവിടെ സിൻസ് എൽ ആൻഡ് എൽ ഡാഷ് ആർ കണ്ടിന്യൂസ് ലീനിയർ ഫംഗ്ഷൻ, വി നോ ദാറ്റ് ദേ ആർ സെൻസിറ്റീവ് ടു സ്മാൾ ചേഞ്ചസ്. അതുകൊണ്ട് എൽ എഫ് എഫ് മൈനസ് ജി എന്ന് പറഞ്ഞാൽ എന്താ? എഫ് മൈനസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനെ ഒരു ഓർഡറിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തുക. ദിസ് ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് ബട്ട് അതേ കാര്യം എൽ ഡാഷ് ഓഫ് എഫ് മൈനസ് ജി എടുത്തു കഴിഞ്ഞാൽ ദർ ആൾസോ ഷുഡ് ബി ലെസ് ദാൻ എപ്സിലോൺ. ബിക്കോസ് എന്തുകൊണ്ടാണ്? നമുക്ക് പറയാൻ പറ്റും ചെറിയ വാല്യൂസിന് അവ സെൻസിറ്റീവാണ്. അതുകൊണ്ട് എഫ് മൈനസ് ജി ലെസ് ദാൻ എപ്സിലോൺ ആൻഡ് എൽ ഡാഷ് ഓഫ് എഫ് മൈനസ് ജി ഇസ് ആൾസോ ലെസ് ദാൻ ദ സെയിം എപ്സിലോൺ. അങ്ങനെ ഒരു എപ്സിലോൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആൻഡ് വി വിൽ ഫൈൻഡ് ദാറ്റ്. നമ്മൾ നോക്കൂ, ഇനിയൊരു കാൽക്കുലേഷനാണ്. ആൻഡ് വി വിൽ ഫൈൻഡ് ദാറ്റ്. വി വിൽ ഫൈൻഡ് വാട്ട്? മോഡുലസ് ഓഫ് എൽ ഓഫ് എഫ് മൈനസ് എൽ ഡാഷ് ഓഫ് എഫ്. മോഡുലസ് ഓഫ് എൽ എഫ് മൈനസ് എൽ ഡാഷ് ഓഫ്. അതാണ് നമ്മുടെ ടാർഗറ്റ്. പക്ഷേ ആ ടാർഗറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ലെറ്റ്സ് സീ, നമുക്കിങ്ങനെ ഒന്ന് കണ്ടുകൂടെ? എൽ എഫ് മൈനസ് എൽ ഡാഷ് എഫ് is going to be equal to what? L of f minus g plus L dash of maybe g minus f. This is obvious. So അതുകൊണ്ട് നമ്മളിവിടെ എടുത്ത മോഡുലസ് ഓഫ് എൽ എഫ് മൈനസ് എൽ ഡാഷ് എഫ്, എൽ എഫ് മൈനസ് എൽ ഡാഷ് എഫ് എന്ന് പറയുന്നത് എന്താ? ദിസ് ക്യാൻ ബി സ്പ്ലിറ്റ് ഇൻ ടു. സോ വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താ? മോഡുലസ് ഓഫ് എൽ എഫ് എഫ് മൈനസ് ജി പ്ലസ് മോഡുലസ് ഓഫ് എൽ ഡാഷ് ഓഫ് ജി മൈനസ് എഫ്. സോ ആ രണ്ട് ക്വാണ്ടിറ്റികളും നമ്മൾ എപ്സിലോൺ ചെറുതാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
or which is less than 2 epsilon. But this epsilon can be chosen arbitrarily. So epsilon or 2 epsilon, which is not actually important. So അങ്ങനെ വരുമ്പോൾ we can say that modulus of LF minus L dash F less than 2 epsilon. Since epsilon is arbitrary, we can write that what L of F is equal to L dash F. This completes the proof. നോക്കൂ ആ പ്രൂഫിൻ്റെ ജേണി അപ്പോൾ എങ്ങനെയായിരുന്നു നോക്കൂ. എന്തെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തു എന്ന് നോക്കൂ. ഒരു നട്ട്ഷെല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു എച്ച് എന്ന് പറയുന്നൊരു ഫംഗ്ഷനാണ്. എച്ച് എന്ന് പറയുന്നൊരു പ്രൊഡക്റ്റ് ഫംഗ്ഷനാണ്. ആ പ്രൊഡക്റ്റ് ഫംഗ്ഷനിൽ ഈ എൽ ഓഫ് എച്ച് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് ഓഫ് എച്ച് എന്ന് പ്രൂവ് ചെയ്തു. പിന്നെ നമ്മൾ ആ പ്രൊഡക്റ്റ് ഫംഗ്ഷനിൽ അത് പ്രൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെറിയൊരു എക്സ്റ്റൻഷൻ കൊടുത്തു. എ എന്ന് പറയുന്ന ഒരു ആൽജിബ്ര ക്രിയേറ്റ് ചെയ്തു. ആ ആൽജിബ്രയ്ക്ക് അകത്തുള്ള ഏത് ഫംഗ്ഷനിലും ഇത് സാധ്യമാകുന്നുണ്ട്. ആൽജിബ്രയ്ക്കുള്ളത് അകത്തുള്ളത് സെറ്റ് ഓഫ് ആൾ ലീനിയർ കോമ്പിനേഷൻസ് ഓഫ് പ്രൊഡക്റ്റ് ഫംഗ്ഷൻസ്. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഫംഗ്ഷൻ അത് ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. ആ പ്രൊഡക്റ്റ് ഫംഗ്ഷൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് വരുന്ന ഫംഗ്ഷന് ശരിയാണെന്ന് പ്രൂവ് ചെയ്തു. അത് മാത്രം പോരാ, നമുക്കൊരു ജനറൽ ഫംഗ്ഷനിലേക്ക് അത് പ്രൂവ് ചെയ്യണം. അങ്ങനെ ജനറൽ ഫംഗ്ഷനിലേക്ക് പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം എടുക്കും. അപ്പോൾ സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം അതിനുള്ള ലക്ഷറി നമുക്ക് തരുന്നു. അപ്പോൾ സ്റ്റോൺ-വെയ്സ്ട്രാസ് തിയറം ഉപയോഗിച്ചിട്ട് സിമ്പിൾ എപ്സിലോൺ ഡെൽറ്റ ആർഗ്യുമെൻറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രൂവ് ചെയ്യും ഏതൊരു ജനറൽ ഫംഗ്ഷൻ എഫിനും എൽ എഫ് ഈസ് ഈക്വൽ ടു എൽ ഡാഷ് എഫ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ തിയറത്തിൻ്റെ പ്രൂഫ്.